നവകേരള സദസ്സിലൂടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായി. ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചന്ദ്രാപിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. കാട്ടൂർ എടത്തുരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ ശാപമോക്ഷം ലഭിച്ചത്. പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന് ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു. പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തുരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിരുന്നു. 30 വർഷം മുമ്പ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം. നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്തിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല. നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ E.T. ടൈസൺ MLA ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത്. ഈ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച സ്വകാര്യ ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു. പാലം സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായി ശ്രമം തുടരുമെന്ന് MLA. പാലം പുനർനിർമ്മിക്കാൻ ആലോചിക്കുമ്പോൾ ഇത്ര ഭംഗിയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. 2 പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികൾ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രത്യേകിച്ചും, അപ്പുറത്ത് നമ്മുടെ കാട്ടൂർ പഞ്ചായത്താണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ ഒരൊറ്റ കൈയായി നിന്നു. തീരുമാനിച്ച അന്ന് തുടങ്ങി ഇന്ന് വരെ ഉള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി എന്നുള്ളതാണ്. പുതുവർഷ സമ്മാനമായി ജനുവരി 1 നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും. 24 തൃശൂർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.